أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. آمين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്നലെ മീറ്റിംഗിൽ വന്ന ആരൊക്കെയാണുള്ളത് ഇവിടെ ഇപ്പോ? ഓക്കെ, ഇന്നലെ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ ഉള്ളവര് കൈബുക്ക്. നമ്മള് മരിച്ചു കഴിഞ്ഞാല് മരിക്കണ ഒരു ദിവസം മുന്നേ നമുക്ക് അറിയെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ ഒരു സംവിധാനം ദുനിയാവിൽ ചെയ്തിട്ടില്ല. ഒരാൾക്കും മരണത്തിന് മുമ്പുള്ള ഇൻഫർമേഷൻ, ഞാൻ നാളെ മരിക്കുന്ന നേരത്തെ അറിയിപ്പ് കിട്ടുകയില്ല. ഒരാൾക്കും അങ്ങനെ കൊടുത്തിട്ടുമില്ല, അങ്ങനെ കൊടുക്കാനും പോകുന്നില്ല. ഡെത്ത് എന്നുള്ളത് അള്ളാഹ് നിശ്ചയിച്ചാണ്. അത് അള്ളാഹു ആലം. ആ ഡേറ്റ് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കൈബുക്ക്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അഷ്ഫാഖ് പറ. നമ്മളെ ആഗ്രഹങ്ങൾ എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കില്ല. നമ്മളുടെ ചില ആഗ്രഹങ്ങളൊക്കെ നടക്കും, എല്ലാ ആഗ്രഹങ്ങളും നടക്കില്ല. എന്നാൽ ചിലതൊക്കെ നടക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് കിട്ടുക. ഓരോരുത്തർ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് കിട്ടുക. സ്വർഗം ആഗ്രഹിക്കുന്നവർ കൈപൊക്ക്. ആഗ്രഹം മാത്രം പോരല്ല, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. റൈറ്റ് ഡൗൺ. നിങ്ങൾക്ക് എക്സാമിന് റിസൾട്ട് വേണം, ഫുൾ മാർക്ക് വേണം നിങ്ങൾ വിചാരിക്കുകയാണ്. പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്യാതെ ഫുൾ മാർക്ക് കിട്ടുമോ? എക്സാമിന് വേണ്ടി പഠിക്കണ്ടേ? മറ്റു ക്ലാസ്സിലുള്ള ടോപ്പറായിട്ടുള്ള കുട്ടിയെ പോലെ എനിക്കും ഫുൾ മാർക്ക് കിട്ടണം നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചാൽ മതിയോ? വർക്ക് ചെയ്യാതെ പണിയെടുക്കാതെ നമ്മൾ എങ്ങനെയാണ് അത് കിട്ടുക? ഓക്കെ, ഈ മുനീബ്, ലൈന, മിൻഹ, അഹമ്മദ് ഡാനിഷ്, സിയ ഫാത്തിമ, ഈ പേര് വിളിച്ചവര് ഫോണ് തിരിച്ചു പിടിക്കും. ഇങ്ങനെയുള്ള ഫോണ് ഇങ്ങനെ പിടിക്കും. ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് ഫോൺ എപ്പോഴും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ക്ലാസ് നടക്കുന്ന സമയം ഒരു 45 മിനിറ്റ് ആണ്. 7:45 നമ്മൾ എൻഡ് ചെയ്യും. ഈ 45 മിനിറ്റിന്റെ ഉള്ളിൽ ഫോണ് ടച്ച് ചെയ്യാതിരിക്കുക, ഫോണ് കൈകൊണ്ട് തൊടാതിരിക്കുക, ദൂരെ ഇരിക്കുക. എന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക, പ്ലസ് ക്ലാസ്സിൽ ഇൻവോൾവ് ചെയ്യുക. എല്ലാവരും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാ. ഇതിൽ നിങ്ങൾ വയല് കേൾക്കാൻ ഇരിക്കുന്ന പോലെ ഇങ്ങനെ കാതുകൂർപ്പിച്ചിരുന്നാൽ പോരാ, ഇതിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇതൊരു ഡിസ്കഷനാണ്, ഒരു ചർച്ചയാണ്. ഓക്കെ, അപ്പോ 2 കാര്യം പറഞ്ഞു. പിന്നെ എന്താ ഇന്നലെ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുള്ളവരുണ്ടോ? ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തവർക്കല്ലേ അത് മനസ്സിലാവുള്ളൂ. മരണത്തെ പറ്റി എന്താ പറഞ്ഞിരുന്നത്? അത് ഓർമ്മയില്ല, പറഞ്ഞിരുന്നു. മരണത്തെ പറ്റി സ്വാഭാവികമായിട്ടും. പിന്നെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇന്ന് സേറ, നിസ്കാരത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നിസ്കാരത്തെ പറ്റി ബാക്കി പറയാനുണ്ട്. നിസ്കാരത്തെ പറ്റി പറയുന്നതിന്റെ മുമ്പ് ഇന്ന് നിസ്കരിച്ചവർ കൈബുക്ക്. എല്ലാരും ബുക്ക്, എനിക്കറിയാം എല്ലാരും ബുക്കും. ഇന്ന് ഏതെങ്കിലും ഒരു വക്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചവരും, ഏതെങ്കിലും ഒരു വക്തെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ചവരും. ഓക്കെ, ഇന്ന് ജുമാ നിസ്കരിച്ചവര്, ജുമാക്ക്
ജുമാക്ക് പള്ളിയിൽ പോയവര്? മാഷാ അല്ലാ, പള്ളിയിൽ പോയി അല്ലേ? ഓക്കെ. ജുമായിൽ ഇന്ന് എന്താണ് ഖത്തീബ് പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് ഖത്തീബ് നിങ്ങൾ ഉറങ്ങായിരുന്നു അല്ലേ? ആ ജൗഹർ, സക്കാത്ത് കൊടുക്കാം. സക്കാത്ത് കൊടുക്കാനും. ആ, എന്നിട്ട് നീ കൊടുത്തോ? അതന്നെ അനക്കായിട്ടില്ല അതിന്റെ പ്രായം. ആ, സക്കാത്തിന് പ്രായം ഉണ്ട് എന്നാണ്. ഓക്കെ, ശരി. ഏതാടാ പ്രായം എന്നാ പറഞ്ഞേ? നീ തന്നെ പറ. സക്കാത്തിന്റെ പ്രായം എത്രയാണ്? ഏത് പ്രായത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടി? അക്കപ്പ ജോലി കിട്ടുന്ന ആ പ്രായം. ആർക്കാ പ്രായം പറയാൻ പറ്റുക? ജോലി കിട്ടിയിട്ടാണെന്ന്. ഒരാൾക്ക് 40-ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ 40-ാമത്തെ വയസ്സ് മുതൽ സക്കാത്ത് കൊടുത്താൽ മതി എന്നാ ഖുറാനിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വയുഖീമു സ്വലാത്ത വയുത്തു സക്കാത്ത. സക്കാത്ത് നമുക്ക് ഇൻഷാല്ല വിശദമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് പറയും. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, എന്നാലാവട്ടെ അത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വേറൊരു വേർഷൻ പറയാനുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാല് ഇതിലുള്ള പിശുക്കന്മാരൊക്കെ കൈപൊക്കി, പിശുക്കന്മാരും പിശുക്കത്തികളും കൈപൊക്കി. അതായത് പിശുക്കന്മാരെ കണ്ടവര് കൈപൊക്ക്. പിശുക്കന്മാരെ കണ്ടവര് കണ്ടിട്ടുണ്ടോ? ഓക്കെ. ഡാനിഷ് കണ്ടിട്ടുണ്ടോ? ഡാനിഷ് കണ്ടിട്ടുണ്ടോ? കണ്ടവര് കൈപൊക്ക്. കണ്ടവര് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയണത് എങ്ങനെയാ പിശുക്ക് നിങ്ങൾ മനസ്സിലായി, പിശുക്കനാന്ന് എങ്ങനെ മനസ്സിലായി എന്ന്. ആരാ പിശുക്കനെ കണ്ടത്, പിശുക്കത്തിനെ കണ്ടത്? സൂറത്തുൽ മാഊനിലെ ലാസ്റ്റ് ആയത്തായിരിക്കും അറിയാം. أرأيت الذي يكذب بالدين أرأيت الذي يكذب بالدين. ആ സൂറത്തിന്റെ ലാസ്റ്റ് ആയത്ത് ആർക്കറിയാം? ആർക്കെങ്കിലും അറിയുമോ? അയാൻ. അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയുമോ? സേറ. ചെറിയൊരു ഹെൽപ്പ് ചോദിച്ചാൽ പോലും നിസ്സാരമായ ഹെൽപ്പ് ഉണ്ടാവും അല്ലെ? പെൻസില്, പേന, ഒരു ഒപ്പിടാനുണ്ടോ? പേനൊന്നും വരോ? ഇല്ല. ടൈം പറഞ്ഞു തരാത്ത മനുഷ്യന്മാർ വരെ ഉണ്ട്. ടൈം പറഞ്ഞു തരാത്ത, കൈമേൽ വാച്ച് ഉണ്ടായിട്ട് എന്ത് പിശുക്കാണ് അതിന്? അതിനെന്ത് പിശുക്കെന്നാ പറയാ അല്ലേ? ടൈം പറഞ്ഞാൽ ഓൽക്ക് എന്തോ നഷ്ടമുണ്ടോ? ഇല്ല. നീ ഒന്ന് കാണിച്ചു തന്നാ പോലും അതാ നോക്കി വന്നാൽ അതിനും പറ്റില്ല. ഇങ്ങനെ പൊത്തി വെച്ചങ്ങ് പോയിക്കാളും. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട്, അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോ അങ്ങനെയുള്ള പിശുക്ക് നിങ്ങൾക്കുണ്ടോ? പിശുക്കില്ല എന്നുള്ളവര് കൈവെക്ക്. പിശുക്കില്ലാത്തവര്. ഞാനൊരു ബഖീലല്ല, ബഖീൽ എന്ന് അറബി പറയും, പിശുക്കനല്ല. ഓക്കെ, ഗുഡ്. നിങ്ങൾ പിശുക്കില്ലെങ്കിൽ അതിന് തെളിവ് പറയണം. നിങ്ങൾ കൊടുത്ത ഒരു കാര്യം പറയും. കൊടുത്തത് എടുത്ത് പറയരുത് എന്നാ, പക്ഷെ എവിടെ നിങ്ങൾ എടുത്ത് പറഞ്ഞോ? കൊടുത്തത് പറഞ്ഞേ. എന്താ സേറ കൊടുത്തേ? എന്താ കൊടുത്തത്? പേന. പേന ചോദിച്ചപ്പോ പേന എഴുതാൻ കൊടുത്തു. ഓക്കെ. സൈന എന്താ കൊടുത്തത്? ഞാന് ഉച്ചവർക്ക് പേന കൊടുത്തു. ചെക്കനെ പേന കൊടുത്തു. ഇഷാൻ എന്ത് കൊടുത്തു? ഇന്നലെ പറഞ്ഞില്ലേ സൈക്കിള്. സൈക്കിൾ റൗണ്ട് ഓടിക്കാൻ കൊടുത്തു. ജാസിൽ എന്ത് കൊടുത്തു? ഫ്രണ്ടിന് ലേസും പാക്കറ്റ്. ലേസിന്റെ പാക്കറ്റ് അടക്കം കൊടുത്തു. നീ മുഴുവൻ തിന്നു, എനിക്ക് വേണ്ടടാ. നമ്മൾ തമ്മിൽ സ്നേഹം മാത്രം മതി. ആദ്യം ഫോണ് തിരിച്ചു വെക്ക്, നിങ്ങളെ കാണണ്ടേ? ഇസാന് ഫോണ് തിരിച്ചു വെക്ക്, നൈഫ തിരിച്ചു വെക്ക്, നല്ലല്ലേ കാണൂ. മിൻഹ തിരിച്ചു വെക്ക്. സിയ ഫാത്തിമ എന്ത് കൊടുത്തു? ഒരു ബുക്ക് കൊടുത്തു. ഒരു ബുക്ക് കൊടുത്തു. ജൗഹർ എന്ത് കൊടുത്തു? ജൗഹർ ഫ്രണ്ടിന് ജേഴ്സി വാങ്ങിച്ചെടുത്തു. ജേഴ്സി. നീയോ? പാവപ്പെട്ടൊരു ജേഴ്സി വാങ്ങാൻ കഷ്ടപ്പാടായി നിൽക്കുന്ന ഒരു കുട്ടിക്ക് ജേഴ്സി വാങ്ങിക്കൊടുത്തു. വലിയ സന്തോഷമായിരിക്കും അല്ലെ? അയാൻ എന്താ കൊടുത്തേ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ പെണ്ണ് കാണാതെ കുറച്ചു ദിവസം ഞാൻ പെണ്ണെടുത്തു. പിന്നെ മദ്രസിലേക്ക് പൈസ കൊണ്ടുപോകുമ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. മിഠായി വാങ്ങിക്കൊടുക്കും. കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക. ദിയ ഫാത്തിമ
സൈക്കിള് ഓടിക്കാൻ കൊടുത്തു. ഓടിക്കാൻ കൊടുത്തു. ഓക്കെ, ശരി. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്തത് ഒരു ഉപകാരത്തിൽ ആകണ്ടേ, ഉപകാരം ചെയ്യണ്ടേ, ഒരാൾക്ക് ഉപകാരം ഉണ്ടാവണ്ടേ. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു 10 പേന ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ബോക്സ് പെൻ ഉണ്ടെന്ന് വിചാരിച്ചാ നിങ്ങൾ സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് ഒരു പേന ഗിഫ്റ്റ് ആയിട്ട് തന്ന്, ആ 10 പേനുള്ള അതേ നിങ്ങൾക്ക് ഒരു പേന ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. നിങ്ങൾക്ക് അതിന് വലിയ വാല്യൂ ഉണ്ടാവോ? അതിന് വാല്യൂ ഉണ്ടാവില്ല, കാരണം അത് നിങ്ങൾക്ക് ഉപകാരത്തിലായിട്ടൊന്നുമില്ല. അവൻ പറഞ്ഞു ഇതാ ഇനിയിപ്പോ എന്തിനാ ഒരു പെന്ന്, എന്നാ കിടക്കട്ടെ 11ാമത്തെ പേന അവിടെ ഇട്ട്. അതല്ല, ഒരാൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക അയാൾക്ക് ആവശ്യമുള്ളപ്പോഴാണ്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്താണ് ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നിസ്കാരത്തെ പറ്റി ഇന്നലെ പറഞ്ഞില്ലേ? നിസ്കരിക്കാൻ മടിയുള്ളവരൊക്കെ കൈപ്പൊക്ക്. തറാവി നിസ്കാരമല്ല കേട്ടോ പറയുന്നത്, റെഗുലർ ആയിട്ടുള്ള നിസ്കരിക്കാൻ മടിയുള്ളവരുടെ ലക്ഷണങ്ങൾ പറയാം. ഉമ്മ പിന്നാലെ കൂടിയാലേ നിസ്കരിക്കുള്ളൂ. ഉമ്മയോ ഉപ്പയോ പിന്നാലെ കൂടി നിസ്കരിക്കടാ നിസ്കരിക്കടി എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയാൽ മാത്രമേ മടിയന്മാരും മടിച്ചികളും നിസ്കരിക്കുകയുള്ളൂ, അല്ലെ? അവര് പിന്നാലെ കൂടണം, പാരന്റ്സ് എടാ എന്ന് പറഞ്ഞ് പിന്നാലെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടൊക്കെ വേണം നിസ്കരിപ്പിക്കാൻ, എന്നാലേ നിസ്കരിക്കുള്ളൂ. അതന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു നിസ്കാരമാണ് ഉണ്ടാവുക. റൈറ്റ്? നിസ്കാരം എന്തിനാന്ന് ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഉത്തരം ആർക്കെങ്കിലും അറിയോ? ഇന്നലെ കുറെ നേരം നമ്മൾ പറഞ്ഞതാണ് എന്തിനാണ് നിസ്കാരം എന്നുള്ളത്. കൂലിയിട്ടാൻ അങ്ങനൊന്നും അല്ല. നിസ്കാരത്തിന്റെ മെയിൻ പർപ്പസ് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, മറ്റ് തെറ്റുകളിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പരിചയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? പണ്ടത്തെ യുദ്ധത്തിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ വാളും പരിചയവും. വാൾപ്പയറ്റങ്ങളും അതിന്റെ കൂടെ ഉള്ള സാധനം ബ്ലോക്ക് ചെയ്യുന്ന സാധനമാണ്. നിങ്ങളെ നമ്മുടെ ഒരു അവഞ്ചേഴ്സ് സിനിമയല്ലേ, അതിലൊരുത്തന്റെ കയ്യിലുണ്ട് ഈ പരിച, അല്ലേ? അല്ല, ക്യാപ്റ്റൻ അമേരിക്ക. ഓ, അവന് ആവേശമായിപ്പോയി ഇഷാന്, വേഗം കൈപൊക്കി പറഞ്ഞിട്ടുണ്ട്. എന്താ പേര് പറയും? ഷീൽഡ്. ഒരു ഷീൽഡ്, അല്ലെ? ആ ഷീൽഡ് എന്തിനാണ്? ആ ഷീൽഡ് നമ്മൾ വരുന്ന അടി ബ്ലോക്ക് ചെയ്യാനാണ്, അല്ലെ? കൊതുക് വല കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൊതുക് വല, മോസ്കിറ്റോ നെറ്റ്. അപ്പൊ മോസ്കിറ്റോ വരുന്നത് ബ്ലോക്ക് ചെയ്യാനാണ്. നമ്മൾ മാസ്ക് വെച്ചില്ലായിരുന്നു കോവിഡിന്? അപ്പോ മാസ്ക് വൈറസ് മൂക്കിലൂടെ കയറാതിരിക്കാനുള്ള ഒരു പരിചയമാണ്. അപ്പൊ പരിചയം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ബ്ലോക്ക്. തെറ്റുകളിൽ നിന്ന് നമ്മളെ തടയാനുള്ള ബ്ലോക്കാണ് നിസ്കാരം. റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്തെല്ലാം തെറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്കറിയാം. കള്ളുണ്ട്, കഞ്ചാവുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ നിങ്ങളെ ബാധിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? നിങ്ങളിപ്പോ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. അതിന് മുമ്പ് ഒരു ചോദ്യം, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടോ? അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമോ? കുട്ടികളെ അള്ളാഹു ശിക്ഷിക്കുമോ ഇല്ലേ? ക്വസ്റ്റ്യൻ. മുനീബ് ആൻസർ പറ. ശിക്ഷിക്കും. ശിക്ഷിക്കില്ല എന്നുള്ള ഒരു കൈവക്ക്. കുട്ടികൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കില്ല, പണിഷ്മെന്റ് ഇല്ല എന്ന് അങ്ങനെ അഭിപ്രായമുള്ള ഒരു കൈവക്ക്. അമൽ ഇല്ലേ? പറ. കാരണം കുട്ടികൾക്ക് ബുദ്ധിയില്ലേ? അല്ല, കുട്ടികൾക്ക് ഇതായിട്ടില്ലല്ലോ, ആയിട്ടില്ലല്ലോന്ന്. ബുദ്ധി വെച്ചിട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല? അതെ, അങ്ങനത്തെ കുട്ടികളല്ല. എങ്ങനത്തെ കുട്ടികളാ പിന്നെ പറഞ്ഞേ? ചെറിയ കുട്ടികള്. ഓൻ ഉദ്ദേശിച്ചത് വേറെ കുട്ടികൾ. ചെറിയ കുഞ്ഞോ തൊട്ടിൽ കിടന്ന് പറഞ്ഞ് കരയുന്ന, മൂത്രമൊഴിച്ച് കിടക്കുന്ന കുട്ടികളെ പറ്റിയാണ് ഓൻ പറഞ്ഞത്. അതൊക്കെ, അത് അഗ്രീഡ്. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങളെ പറ്റിയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന 2 കണ്ണുള്ള മറ്റേ കുട്ടികൾ കണ്ണുണ്ട്, പക്ഷെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന, ഇത് തെറ്റാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഫയർ കണ്ടാൽ, തീ കണ്ടാൽ ഇത് ഫയർ ആണ് എന്നും, വെള്ളം കണ്ടാൽ ഇത് വെള്ളം എന്നൊക്കെ മനസ്സിലാവുന്ന ബുദ്ധിയുള്ള, അതിനാണ് ബുദ്ധി എന്ന് പറയാം. ചെറിയ കുട്ടിന്റെ അടുത്തേക്ക് ഒരു പാമ്പ് വന്നാലും ഇങ്ങനെ ഉണ്ടോ, ഒരു കരിമൂർക്കൻ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യാ? ചെറിയ കുട്ടിയാണെങ്കിൽ കുട്ടി ചാടി അതിനെ പിടിക്കാൻ പോകും. കുട്ടിക്കറിയില്ല. വിവേചന ശേഷിയുള്ള, ബോധമുള്ള കുട്ടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അള്ളാഹു ശിക്ഷ നൽകുമോ ഇല്ലേ എന്നാണ് ചോദ്യം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ശിക്ഷ നൽകും എന്നുള്ള ഒരു കൈബുക്ക്. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടോ?
അള്ളാഹ് നിങ്ങളെ പണിഷ് ചെയ്യുന്നതാണോ? യെസ് ഓർ നോ? 10 വയസ്സിന്റെ മേലെയുള്ളവർ കൈബുക്ക്. 10 വയസ്സിന്റെ മേലെയുള്ളവര്. ഓക്കെ, ടെക്നിക്കലി പറയാ 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറയണം എന്നാണ് അല്ലെ? 7 വയസ്സായാല് 7ാമത്തെ ബർത്ത്ഡേന്റെ അന്ന് കുട്ടീനെ കൊണ്ടുവന്നിട്ട് ഉമ്മ പറയും, മോനെ ഇന്ന് മുതൽ നിനക്ക് നിസ്കരിക്കാം, ഇഫ് യു വാണ്ട് യു ക്യാൻ പ്രേ. നിസ്കരിച്ചില്ലെങ്കിലോ നോ പ്രോബ്ലം. ഉമ്മയും ബാപ്പയൊക്കെ, ബാപ്പ പള്ളി പോകുമ്പോ മോനെ വിളിക്കിഞ്ഞു പോരണോ, മോൻ പറയും നോ ഞാനില്ല, എനിക്ക് ഗെയിം കളിക്കണം. ഓക്കെ, നീ ഗെയിം കളിച്ചോ, പോരണ്ട, കാരണം 7 വയസ്സാണ് അല്ലെ? അങ്ങനെ 7, 8, 9 കഴിഞ്ഞ് 10ാമത്തെ വയസ്സായി, 10th ബർത്ത്ഡേ, അന്ന് ബാപ്പയും ഉമ്മയും മോനെ വിളിക്കും. എന്നിട്ട് പറയും, മോനെ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു കലാപരിപാടി തുടങ്ങാണ്, എനിക്കിനി നോ പറയാൻ പറ്റില്ല. എന്താണ്? നീ ഇനി മരിക്കുന്നവരെ അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. ഒരു ലോങ് ബ്രീത്ത് എടുത്ത എല്ലാവരും, വലിയൊരു ശ്വാസം എടുക്ക്. ഇങ്ങോട്ട് വിടല്ലേ, അങ്ങോട്ട് എടുത്താൽ മതി. പിടിച്ചു വെച്ചാ അതിന് വിട്ടോ. ഈ ശ്വാസം അങ്ങോട്ട് എടുക്കാനും വിടാനും അള്ളാഹുള്ളതുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ? അല്ലേ? ഹൃദയം എവിടെയുള്ളത്? അത് ടിക് ടിക് അടിക്കണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ടിക് 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 അടിക്കുന്നുണ്ടോ? നെഞ്ചത്തുനിന്ന് ഇങ്ങനെ കൊട്ടുന്നുണ്ടോ? എന്താ ആരോ മുട്ടുന്ന പോലെ ഉണ്ടോ? അത് ഇങ്ങനെ ഇങ്ങനെ കിടുകിട് 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 ഇങ്ങനെ കളിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ബ്ലഡ് മൊത്തം നമ്മൾ വിരലൊന്നും ഇങ്ങനെ ഇളക്കുമ്പോൾ ഈ വിരൽ ഇങ്ങനെ ഇളകുന്നത് നമ്മുടെ ഹൃദയം അവിടുന്ന് പമ്പിങ് നടക്കുന്നോണ്ടാണ്. ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുന്നോണ്ടാണ്. നമ്മളൊന്ന് കണ്ണിന്റെ ഈ ഒന്ന് കണ്ണ് പൂട്ടി തുറന്നു നോക്ക്. ഈ കണ്ണ് പൂട്ടി തുറക്കണമെങ്കിൽ തന്നെ ഹൃദയത്തിന്റെ സാന്നിധ്യം ആവശ്യം. എല്ലാത്തിലും, എല്ലാ നെർവുകളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നാവ് അനക്കണമെങ്കിലേ അതിനും വേണം ഹൃദയം. ഇത്രയും അള്ളാന്റെ റഹ്മത്തിൽ നമ്മൾ ജീവിച്ചിട്ട് അള്ളാന്റെ വെള്ള കുടിക്കുന്നത്. സൂറത്തുൽ മുൽക്കിൽ അവസാനത്തെ ആയത്ത് ഓതാൻ ആർക്കെങ്കിലും അറിയുമോ? സൂറത്തുൽ മുൽക്കിൽ അവസാനത്തെ ആയത്ത് ഓതാൻ ആർക്കെങ്കിലും അറിയോ? ആരോ ഓതാ? റിസ്വാൻ. قل أرأيتم إن أصبح ماءكم غورا فمن يأتيكم بماء. സൂറത്തുൽ മുൽക്ക് ആണ് അള്ളാന്റെ പവറാണ്, അള്ളാന്റെ ആധിപത്യമാണ്, സോവേണിറ്റി, പരമാധികാരം, അള്ളാന്റെ മുലൂക്കിയത്ത് പറയാണ്. നിങ്ങളെ കിണറ്റിലെ വെള്ളം ഞാൻ അങ്ങോട്ട് വറ്റിച്ച് കളഞ്ഞ നിങ്ങൾ എന്താക്കൂടെന്നാ ചോദിച്ചത് ലാസ്റ്റ് താഴത്തില്. ആലോചിച്ച് നിങ്ങൾ കുടിക്കണ വെള്ളം ഉണ്ടല്ലോ, അത് ഞാനവിടെ ബന്ധാക്കി നിങ്ങൾ എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമിയില് വെള്ളം ഇന്നിപ്പോ ഈ ഒറ്റ സെക്കൻഡിൽ വെള്ളം അല്ല അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് എന്ത് ചെയ്യും നമ്മള്? എല്ലാത്തിന്റെ പിന്നിൽ വെള്ളമല്ലേ? നമ്മൾ തിന്നുന്ന മുഴുവൻ ഭക്ഷണം ഉണ്ടാകുന്ന വെള്ളം ഉള്ളതുകൊണ്ടല്ലേ? ആലോചിച്ച് നോക്കൂ. വെള്ളം അങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ കുടുങ്ങി. അള്ളാന്റെ ആധിപത്യം. ഈ അള്ളാന്റെ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഓക്സിജൻ എടുത്തില്ലേ? ഓക്സിജൻ എങ്ങനെ ഉണ്ടാവുന്നത്? ഹലോ, സയൻസ് പഠിച്ചിട്ടില്ലേ? ഓക്സിജൻ എങ്ങനെ ഉണ്ടാവുന്നത്? ഓക്സിജൻ എങ്ങനെ? ആരാ പറയാ? ഹംദാൻ പറയാ. കേൾക്കണില്ല, നീ ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കുന്നില്ല. ഓക്സിജൻ എങ്ങനെ ഉണ്ടാവുക ഹദി? ഓക്സിജന് മരത്തുമെന്നാണ് ഓക്സിജൻ ഉണ്ടാവുക. ചില കുട്ടികളായിരിക്കും മരത്തുമെന്ന് ഓക്സിജനോ? ശരിയാണ്, സത്യമാണ് അല്ലെ? ഓക്സിജൻ ഉണ്ടാവുന്നത് ട്രീസ്, ഇവിടുത്തെ പ്ലാന്റ്, ഇവിടുത്തെ ചെടികളിൽ നിന്നാണ് ഓക്സിജൻ, നമുക്ക് ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്നത്. ചെടികളൊക്കെ വെട്ടി മുറിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് അതല്ലേ? ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസിന്റെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നിങ്ങൾ ലോകാവസാനം നടക്കാന്ന് വിചാരിച്ചോ. ലോകാവസാനം കുറെ കാണാനൊന്നും, ഷോ കാണാനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കഴിയും. പക്ഷെ ആ എൻഡ് സമയത്താണ് ഒരാള് ഒരു ചെടി നടുന്നെങ്കിലും അത് പിന്നെ നട്ടിട്ട് കാര്യമില്ല, മൊത്തം പോകുന്ന ഉറപ്പാ. പക്ഷെ അപ്പോഴും അയാൾ അത് നടണം എന്ന് വെച്ചാൽ അത്രക്കും പ്രയോറിറ്റി ഇതിനുണ്ട്. ഗാർഡനിൽ വെള്ളം നനയ്ക്കുന്നവരൊന്ന് കൈപൊക്കി, എപ്പോഴെങ്കിലും ഒന്ന് നനച്ചവര് കൈപൊക്ക്. ഓക്കെ, നിങ്ങൾ ചെയ്യണത് നമ്മുടെ ഓക്സിജൻ കൂടിയാണ്, നമ്മുടെ പ്രാണവായുവിനാണ്. നമ്മുടെ ഭക്ഷണം തരുന്ന നമ്മുടെ ചെടികൾക്ക്, നമ്മൾക്ക് നമ്മുടെ പ്രാണവായുവിന് വേണ്ടിയാ വെള്ളം അല്ലെ? അള്ളാന്റെ ഓക്സിജൻ അല്ലേ? ഓക്സിജൻ അള്ളാന്റെ അല്ലേ? അല്ലേ? അള്ളാന്റെ വെള്ളം, അള്ള തന്ന വെള്ളം. ഭക്ഷണം ആരാ തരുന്നത്? ആരാ ഭക്ഷണം തരുന്നത്? കർഷകര്, ഫാർമേഴ്സ് കൃഷി ചെയ്യുന്നത് ആ
പാടത്തും പറമ്പത്തും അവർ ആ കൃഷി ഉണ്ടാക്കുന്നേ ഉള്ളൂ. അതിനുള്ള സാധനങ്ങൾ അവിടെ ഒരുക്കുന്നു എന്നുള്ളൂ. അതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെക്കണു എന്നുള്ളൂ. ചെടി അതിനെ വളർത്തുന്നതാരാ? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വളർത്തുന്നതാരാ? റബ്ബാണ്, അള്ളാഹുവാണ്. അല്ലെ? അപ്പം ഭക്ഷണം തരുന്നതാരാ? അള്ളാഹുവാണ്. വായു തരുന്നാരാ? അള്ളാഹുവാണ്. വെളിച്ചം തരുന്നാരാ? സൺലൈറ്റ് തരുന്നാരാ? അള്ളാഹുവാണ്. സൺ അള്ളാന്റെ അല്ലേ? ആരുടെങ്കിലും ആണോ? ആർക്കെങ്കിലും അവകാശം പറയോ? സണ്ണുള്ളതുകൊണ്ടല്ലേ നമുക്ക് വെള്ളം ഇവിടെ എത്തുന്നത്. മഴ പെയ്യുന്ന സൂര്യൻ ഉള്ളതുകൊണ്ടല്ലേ? സയൻസ് പഠിച്ചവരൊക്കെ കൈപോക്കും. സയൻസ് പഠിച്ചവരല്ല, സണ്ണുള്ളത് കൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് എന്നുള്ള സയന്റിഫിക് വേ പഠിച്ചവര് കൈപോക്ക്. നിങ്ങളൊക്കെ സ്കൂളിൽ എന്താ പഠിക്കണത് പഠിച്ചോനെ? സ്കൂളിൽ നിന്ന് പഠിച്ചതല്ലേ? ഷെഹസാദ് പറഞ്ഞ എങ്ങനെയാടാ സണ്ണ് നമുക്ക് മഴ തരുന്നത്? സണ്ണ് സൂര്യ കടൽക്ക് സിമ്പിൾ. സൂര്യൻ കടലിലേക്ക് അടിക്കുന്ന വെളിച്ചം നീരാവിയായിട്ട് വരുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കടലിൽ എന്ത് വെള്ളം ഉള്ളത്? ഉപ്പ്. മഴ പെയ്യുമ്പോൾ നമ്മൾ മഴവെള്ളത്തിന് ഉപ്പ് ടേസ്റ്റ് ഉണ്ടോ? എന്ത് നല്ല പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് അല്ല ചെയ്തു വെച്ചിരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ശുദ്ധമായ വെള്ളം, മഴവെള്ളം. ആ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങി മണ്ണിലൂടെ ഇറങ്ങി നമ്മുടെ കിണറ്റിലേക്ക്. ആ കിണറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? മോട്ടർ ഇട്ടിട്ട് പമ്പിലൂടെ എടുത്തിട്ട് പൈപ്പിലൂടെ എടുത്ത് ഒരു ഗ്ലാസ്സിലെടുത്ത് നമ്മളിങ്ങനെ ഒരു ബിസ്മി പോലും ചെല്ലാതെ ഉളുപ്പില്ലാതെ കുടിക്കും. അല്ലേ? അള്ള എത്രത്തോളം കടൽ വെള്ളത്തെ എത്രത്തോളം പ്രോസസ്സ് ഭൂഗർഭ ജലത്തിലേക്ക് കൊണ്ടുവന്ന് അത്രയും റഹ്മത്ത് നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് ഇന്ന് നോമ്പിന് വരെ ഇത്രയും നല്ല ഫുഡ് ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച്, ഉപ്പ ഉണ്ടാക്കി വെച്ചെങ്കിൽ അള്ള അത് ഉണ്ടാക്കി തന്ന അള്ളാന്റെ പേരിൽ അത് തിന്നാൻ പറ്റുന്നില്ലെങ്കിൽ ഷെയിം, മോശം, അയ്യേ. ആലോചിച്ച് നോക്കൂ. അല്ലേ? അള്ള തരുന്ന വെള്ളം, അള്ളാന്റെ വായു, അള്ളാന്റെ വെളിച്ചം, അള്ളാന്റെ എല്ലാം അള്ളാന്റെയാണ്. ഈ ശരീരം പോലും അള്ളാന്റെ. ഈ വയറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? നിങ്ങൾക്കറിയോ വയറ്റിന്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ പേരുകൾ? എന്തെങ്കിലും വയറ്റിന്റെ ഉള്ളിലുള്ള സാധനത്തിന്റെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഓർഗന്റെ പേരറിയുന്നവര് കൈപൊക്ക്. ഷെൻസ, കിഡ്നി. എത്ര ഉണ്ട് കിഡ്നി? 3 or 4? 2 കിഡ്നി ഉണ്ട്. ഓക്കെ. പിന്നെന്താ ഉള്ളത്? ജാസിൽ? ലങ്സ് മറ്റേ ഇവിടെ ഉണ്ടാവണ ലെൻസ് അല്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞ മാതിരി ശ്വാസകോശം അല്ലെ? അത് നമ്മൾ അങ്ങനെ പറയാം. ശ്വസിക്കുന്ന അങ്ങനെയല്ലേ, ബ്രീത്ത് എടുക്കുന്ന, അതിന്റെ പ്യൂരിഫിക്കേഷൻ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അത്ഭുതങ്ങളാണ്. ഇതൊക്കെ അത്ഭുതമാണ്. പിന്നെ മുനീബ്? ഹൃദയം അല്ലെ? നേരത്തെ പറഞ്ഞ പമ്പിങ് പ്രോസസ്സ് നടത്തുന്നത് പിന്നെ ഹൃദയമാണ്. ആ ഹൃദയങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇവിടെ ടിവിയിലോ മൂവിയിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹൃദയം കണ്ടിട്ടുണ്ടാവും. ഈ ഹൃദയം നമ്മുടെ ശരീരത്തിലുണ്ട്. ഹൃദയം മാറ്റി വെക്കലൊക്കെ ഉണ്ട് ഇപ്പൊ, റയറായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ ഉള്ളത് ശരീരത്തിന്റെ ഉള്ളില്? എന്താ എന്റെ സൗണ്ട് ഇങ്ങോട്ട് ക്യാച്ച് ആവുന്നില്ല. പിന്നെന്താണ് ദിയ? ഹാർട്ട്. അത് പറയാത്തെന്താ? ഇതുവരെ പറയാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? അയാന്? ചെറിയ കുടല്, വലിയ കുടല്. കുടലുകൾ അല്ലെ? ചെറുകുടലും വൻകുടലും ഉണ്ട്. പിന്നെ നാസിം? പാൻക്രീസ്. പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് എല്ലുകളുണ്ട് അല്ലെ? ഇറച്ചിയുണ്ട്. ഇതൊക്കെ അതിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് അല്ലെ? നമ്മുടെ പുറത്ത് സ്കിന്നേ നമുക്കുള്ളൂ, റൈറ്റ്? പിന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളം, ജലാംശമുണ്ട്, ബ്ലഡ് ഉണ്ട് അല്ലെ? ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം അള്ളാഹു ആണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുഴുവൻ നിയന്ത്രണവും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു ആണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ശരീരമാണ് അല്ലെ? ഒരു സെക്കൻഡ് നിങ്ങൾ തുമ്മുന്ന സമയം, നിങ്ങൾ തുമ്മാറുണ്ടോ? തുമ്മാറില്ലേ? അച്ചി എന്ന് പറയില്ലേ? സ്നീസ് ചെയ്യില്ലേ? അങ്ങനെ ചെയ്യുമ്പോ ഹൃദയം, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു സെക്കൻഡ് നിൽക്കുന്നില്ലേ? ഗൂഗിളിനോട് ചോദിച്ചു നോക്ക്. ചോദിക്കാൻ അറിയുന്നവര് ചോദിച്ചു നോക്ക് അല്ലെ? ഒരു സെക്കൻഡ് നിൽക്കുന്നില്ലേ? ഉണ്ട് അല്ലെ? അതങ്ങ് നിന്ന് പോയാലോ നമ്മുടെ പേര് മാറി, നമുക്ക് പുതിയ പേര് കിട്ടും. എന്താ പേര്? ആരാ പറയാ? നമ്മുടെ പേരെന്തായി? പേര് മാറ്റും. പേര് സെക്കൻഡ് കൊണ്ട് പേര് മാറും. നമ്മുടെ പേര് മാറി. എന്താ പേരെടാ?
ഏ വടിയാവും. ഉം. പേര് പറ. അടിയാകുമ്പോ ഉള്ള പേര്. ഇഷാൻ മരിച്ചു. അതൊന്നും അല്ലടാ. നീ കുറച്ചുകൂടെ ആലോചിക്ക്. പഠിച്ചാൻ ബുദ്ധി തന്നെ. അഫലാ തദക്കറൂൻ അഫലാ തഅഖിലൂൻ. നിങ്ങള് ബുദ്ധി ഇല്ലേ? ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സ്ഥലത്ത്. നിങ്ങൾക്ക് എന്താ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ആ പറഞ്ഞേ. വഫാത്ത്. വഫാത്ത് മരിക്കുന്നല്ലേ പറയാ. നമ്മുടെ പേര്, നിന്റെ പേര് ഇപ്പൊ ഇഷാൻ. ഇഷാൻ ഇഷാൻ എന്തായി? ഇഷാൻ എന്താവാണ്? ഇനി ഇഷാൻ ഒരു തേർഡ് ചാൻസ് വേണോ? ഷഹീദായിന്ന്. ഷഹീദ് ആവരാണ്. ഷഹീദ് എപ്പോഴാവുക? ഷഹീദായാലും നല്ല കാര്യമാണ്. അതിനു വേണ്ടി അല്ലാഹുമ്മ അമിത്ന ശുഹദാ, അള്ളാഹുവെ ഞങ്ങൾ ഷഹീദാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ഷഹീദാവുന്നല്ല. ഇവിടെ എന്താവല് മരിച്ചാല്? ഞാനിപ്പോ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഒരു കാര്യം കണ്ട്. എന്താണ്? നമ്മളിപ്പോ തുമ്മുമ്പോ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യൂല, ഹാർട്ട് പമ്പ് ചെയ്യും. ബ്ലഡ് പ്രഷർ അങ്ങനെ എന്തോ സാധനം കൂടുന്നതാണ് ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ കണ്ടത്. ബ്ലഡ് പ്രഷർ കൂടും. സ്റ്റോപ്പ് ചെയ്യൂല. സ്റ്റോപ്പ് ചെയ്യൂല. ദിയ മയ്യത്ത്. മയ്യത്ത് സിമ്പിൾ വേർഡാണ്. മരിച്ചാൽ ആളുടെ പേര് മയ്യത്ത്. മയ്യത്ത് അതിന് ഡെഡ് ബോഡി എന്ന് അർത്ഥമുള്ളൂ. ഡെഡായി, ആൾ ഈസ് ദ ഡെഡ്. നമുക്ക് 2 പേരുണ്ട്. എന്തൊക്കെ പേരുണ്ട്? ഇപ്പൊ നിങ്ങളുടെ പേര്, ആ പേരിന്റെ കൂടെ മയ്യത്ത്. നമ്മുടെ പേര് മയ്യത്തായി അല്ലേ? നമുക്ക് പല പല പേരുകളും വരും ജീവിതത്തിൽ. കള്ളെന്ന് പേര് വരാം. കട്ടാൽ നമുക്ക് കള്ളെന്ന് പേര് വരും. അതുപോലെ മരിച്ചാല് മയ്യത്ത് നമുക്ക് പേര് വരും. റൈറ്റ്? മരിച്ചവരെ കണ്ടവരൊക്കെ കൈപൊക്കി. അവിടെ മയ്യത്ത് കണ്ടവരൊക്കെ കൈപൊക്കാനാ പറഞ്ഞേ. ഇപ്പോഴാണ് ഇപ്പൊ മനസ്സിലായത് അല്ലെ? ഓക്കെ, മയ്യത്ത് തൊട്ടവര് കൈപൊക്കി. മയ്യത്ത് തൊട്ടവര്. മയ്യത്ത് തൊട്ടോ? മയ്യത്തോ? ആര്? ഷെൻസയാ? ആരുടെ മയ്യത്ത് തൊട്ടെ? വെല്ലിപ്പാന്റെ. ഓക്കെ, നീ എവിടെ തൊട്ടെ? നെറ്റിയിൽ തൊട്ടുക? മയ്യത്തുമ്പോ പോയിട്ട് ഇങ്ങനെ തൊട്ടുക? ഓക്കെ, വേറെ ആരോ തൊട്ടുള്ളത്? നാസിമോ, നീ എവിടെ തൊട്ടടാ? വെല്ലിപ്പാന്റെ മോത്ത്. കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടാ? ഉമ്മ വെച്ചു. ഉമ്മ വെച്ചു. ഓ, മയ്യത്തിൽ ഉമ്മ വെക്കല് നല്ലതൊന്നുമല്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ. അതിൽ പുണ്യൊന്നും കിട്ടാനൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ഉമ്മ വെച്ചൊരു കൈപോക്ക്. മയ്യത്തിന് ഉമ്മ കൊടുത്ത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം ഉമ്മ കൊടുത്തു. അത് കൊടുക്കേണ്ടി വന്നതാ. എന്ന് വെച്ചാല് ഒരു സംഭവം ഉണ്ടായി. ഒരു ചെറിയ കഥയാണ്. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കൈപോക്ക്. സ്മോൾ സ്റ്റോറി, റിയൽ ഹാപ്പൻഡ്. ഇറ്റ് ഹാപ്പൻഡ്. നടന്ന സ്റ്റോറിയാണ്. ഞാന് കോട്ടക്കൽ കേട്ടണം, മലപ്പുറത്ത് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. 6th B ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചറാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റവും നല്ല കുട്ടികളാവണമെന്ന് എല്ലാ ക്ലാസ് ടീച്ചേഴ്സും ഒരാഗ്രഹം ഉണ്ടാവും ഇല്ലേ? നമ്മുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒരു ട്രോഫി ഉണ്ടാവും. ആ ട്രോഫി കിട്ടിയാൽ വലിയ സന്തോഷമാണ്. നമ്മുടെ ക്ലാസ് ഏറ്റവും നല്ല ക്ലാസ് ആണെന്നുള്ള ഒരു ട്രോഫി ഉണ്ട്. മറ്റ് ഡിവിഷൻസ് തമ്മിൽ നല്ല കോമ്പറ്റീഷൻ നടക്കും. അപ്പൊ അതിനുവേണ്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസിന്റെ കാര്യങ്ങളും നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് നമ്മൾ ഒരു സിസ്റ്റം ഉണ്ടാക്കി. നമ്മൾ ലാസ്റ്റ് ഒരു നാഷണൽ ആന്തം ഉണ്ടാവില്ലേ? നാഷണൽ ആന്തം അറിയോ? നാഷണൽ ആന്തം ജനഗണമന അറിയോ? ഓക്കെ, ജനഗണമനൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ലാസ്റ്റ് പിരിയുന്ന സമയത്ത് നമ്മൾ സിസ്റ്റം ഉണ്ടാക്കിയാണ്. എല്ലാവരും അങ്ങ് ഓടി, പിന്നെ കോഴിക്കൂട് തുറന്നിട്ട പോലെ അങ്ങ് ഓടി പോവാതെ എല്ലാവരും ഒരു ഓർഡറിൽ ഇങ്ങനെ പോവുക എന്നുള്ളത്. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പറഞ്ഞിട്ട് ഒരു 1 നമ്പർ ഓർഡറിൽ ഇങ്ങനെ പോവുക, അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടാക്കി ക്ലാസ്സിൽ. അങ്ങനെ ഒരു ദിവസം പിന്നെ ഈ ക്ലാസ്സിൽ പിന്നെ എല്ലാ സമയം എല്ലാ ടീച്ചേഴ്സും ഹാപ്പി ആയിരിക്കോ? ആയിരിക്കോ? നിങ്ങളെ ക്ലാസ്സിലേക്ക് വരുന്ന ടീച്ചേഴ്സ് ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കോ? ഫുൾ ടൈം ഇല്ലല്ലോ. ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. അതിന്റെ ദേഷ്യത്തിന്റെ കാരണം എന്തായിരിക്കും? പറ, നിങ്ങളല്ലേ ടീച്ചേഴ്സിനെ കാണുന്നവര്. എന്തായിരിക്കും കാരണം? നമ്മൾ ഉറപ്പിക്കല് അല്ലെ? ക്ലാസ്സിൽ മുമ്പില് ഇരുന്നിട്ട് എല്ലാവരും സെക്കൻഡ് ബെഞ്ചിൽ ഇരുന്ന് 2 കുട്ടികൾ ഇങ്ങനെ കര ക്ലാസ് എടുക്കുമ്പോണ്ടോ അവരിങ്ങനെ സംസാരിക്കണം. അതിൽ ടീച്ചർ ഫസ്റ്റ് പറയും പ്ലീസ് സൈലന്റ്, പ്ലീസ് സൈലന്റ്. പിന്നെ അവർ വയലന്റ് ആവും, ചൂടാവേണ്ടി വരും, ദേഷ്യപ്പെടും.
അപ്പൊ ഈ ദേഷ്യം എന്നുള്ളത് സ്വാഭാവികമാണ്. കുട്ടികളെ അടിക്കും ടീച്ചേഴ്സ്. ചില ടീച്ചേഴ്സിന് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലെ, പിടിച്ചടിക്കും. അടിക്കുന്ന ടീച്ചേഴ്സ് ഉള്ള കുട്ടികളൊക്കെ കൈപോക്ക്. എല്ലാവർക്കും കിട്ടലുണ്ട് അല്ലെ, എല്ലാവർക്കും കിട്ടലുണ്ട് അല്ലെ. വടി കൊണ്ട് അടിക്കുന്നവര്. ഓക്കെ, നല്ല തല്ല് കിട്ടാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ ഈ അടിപിടിയൊക്കെ നടക്കുന്നതെന്നുള്ള ഒരു വേർഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഒരു സ്റ്റേറ്റ്മെന്റ് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികൾ തമ്മിൽ ഭയങ്കര ഫൈറ്റും ഇഷ്യൂസും വയലൻസും ഒക്കെ നടക്കുന്നതിന്റെ കാരണം അധ്യാപകർ സ്ട്രോങ് അല്ല, അധ്യാപകർക്കുള്ള പവർ പിൻവലിച്ചു. അതറിയോ, സർക്കാർ പവർ പിൻവലിച്ചു. അധ്യാപകരോട് പറഞ്ഞ് വടിയെടുക്കരുത്, അടിക്കരുത്, ചൂടാവരുത്. ഒരു കുട്ടിയും തമ്മിൽ ഇങ്ങനെ കത്തിയെടുത്ത് കുത്താന്ന് വിചാരിച്ചു പരസ്പരം ക്ലാസ്സിൽ നിന്ന് ഭയങ്കര അറ്റാക്ക് ചെയ്യണം. അപ്പൊ അധ്യാപകൻ വന്നിട്ട് എന്ത് പറയണം? മക്കളെ അരുത്, മക്കളെ എന്ന് പറയാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യരുത് എന്ന്. റൈറ്റ്? പക്ഷെ അങ്ങനെ ഒരു കാലമുണ്ട്. പക്ഷെ അന്ന് എന്റെ കാലത്തൊക്കെ, ഞാനൊക്കെ കുട്ടിയായി സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അധ്യാപകരെ നമുക്ക് നല്ല പേടിയാ. അധ്യാപകരെ ശരിക്കും പേടിയാണ്. ഓക്കെ, നമ്മൾ പേടിച്ചിട്ടാണ് നിൽക്കുക. ഓരോ പീരീഡും ഓരോ കാര്യങ്ങളും നമ്മൾ പേടിച്ചിട്ടാണ്. ഇപ്പൊ അങ്ങനെയല്ല, അധ്യാപകരുടെ തോളത്ത് കയറി കളിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതൊരു സൈഡ് ഹാപ്പിയാണ്, ഇറ്റ്സ് ഗുഡ്. ആസ് എ ഫ്രണ്ട് അധ്യാപകന് ടീച്ചറെ കാണാൻ പറ്റുന്ന ഇറ്റ്സ് ഗുഡ് തിങ്. ബട്ട് പ്രശ്നം എന്താണ്, പ്രോബ്ലം എന്താണ്? അതുകൊണ്ട് അധ്യാപകർക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത ക്ലാസ് റൂമുകളായിട്ട് മാറുകയും ചെയ്തു. ഞാൻ പറഞ്ഞ എന്റെ ക്ലാസ്സിലേക്കാണ്. ഞാൻ അടിക്കാറില്ല. ഓക്കെ, ഞാൻ അറൌണ്ട് 10 years സ്കൂളിൽ ടീച്ചറായിരുന്നു. 10 വർഷം സ്കൂളിൽ ടീച്ചറായിരുന്നു. ഒരു കുട്ടീനെ പോലും ഞാൻ അടിച്ചിട്ടില്ല. ക്ലാപ്പ് ചെയ്തേ. എന്തിനാ ക്ലാപ്പ് ചെയ്തേ? എന്തിനാ ക്ലാപ്പ് ചെയ്ത്? എന്തിനാ ക്ലാപ്പ് ചെയ്തത്? വെറുതെ ക്ലാപ്പ്, വെറുതെ ക്ലാപ്പ് ചെയ്യുന്നു. എന്തിനാടാ ഇഷാനെ ക്ലാപ്പ് ചെയ്ത്? സാർ ആരെയും അടിക്കാതെ നല്ല സാറായിട്ട് 10 years ഒരു കുട്ടീനെ അടിക്കാതെയാണ് ടീച്ച് ചെയ്തത്. ഓക്കെ, റൈറ്റ്. എന്നാലായിട്ട് നല്ല പണി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. പണി കൊടുക്കാരനെ മനസ്സിലായോ? അടിയേക്കാൾ നല്ല പണി കൊടുക്കും. മനസ്സിലായോ? ഒറ്റ കോളാണ്. ഹലോ, ഇഷാനാണ്. ഇഷാൻ പോയി ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വിചാരിച്ചു. സപ്പോസ് ഇഷാൻ. ഓക്കെ, ഇഷാന്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഈ മീറ്റിംഗ് ഒന്നും ശ്രദ്ധിക്കണില്ല. ഓൻ വെറുതെ അവിടെ നിന്ന് ഗെയിം കളിക്കുക എന്തോ ചെയ്യാണ്. ഞാൻ എന്ത് വെച്ചാലും മൈൻഡ് ചെയ്യണില്ല. വീഡിയോ ഓഫ് ആക്കി വെറുതെ ഇരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ അവൻ ആക്റ്റീവേ അല്ല. ഞാൻ ഇപ്പൊ തന്നെ ഇഷാന്റെ ബാപ്പനെ വിളിക്കും. ഇവിടെ ഫോണിൽ വിളിച്ചിട്ട്, ഹലോ ഇഷാൻ, ഈ വീക്കില് ഈ ആഴ്ച അവന് മൊബൈല്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഒരു സാധനം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇഷാൻ പറയും, ഇതിന് നല്ല എന്നെ തച്ച സാറേ, ഇല്ല എന്നെ അടിച്ച് കൊന്നോ എന്നാലും കുഴപ്പമില്ല, എന്റെ മൊബൈൽ, എന്റെ ഗെയിം കളിക്കാതെ എനിക്ക് ഒരു ദിവസം നിൽക്കാൻ കഴിയില്ല എന്ന് പറയേണ്ട അവസ്ഥ വരും. അതുപോലെ ഫുട്ബോൾ, ചില കുട്ടികൾക്ക് ഫുട്ബോൾ ഭ്രാന്തായിരിക്കും. അവനെ കളിക്കാൻ വിടുകയല്ല, കോച്ചിങ്ങിന് വിടണ്ട, പോണ്ടെന്ന് പറയും അല്ലെ. ആ ഹോംവർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്താൽ മാത്രമേ, ഇത് നല്ല പണിയാണ്, ഇതിന് നല്ല അടിക്കായിരുന്നു എന്ന് പറയും ചിലപ്പോ അല്ലെ. പക്ഷെ ക്ലാസ്സിലുണ്ടായ സംഭവം ഇതാണ്. എന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ പേര് അദ്നാൻ. അദ്നാനാണ്. 2017 2000, കോവിഡിന്റെ മുമ്പുള്ള ഇയറാണ്, 2016. അദ്നാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവനിങ്ങനെ ഒരു കിഡിഷ് ആയിരുന്നു. കിഡിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഒക്കെ തമാശയായിട്ട് ഇങ്ങനെ, എല്ലാം തമാശയായിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. നന്നായിട്ട് സംസാരിക്കും എന്നൊക്കെയാണ്. അപ്പോ ഒരു ദിവസം അങ്ങനെ ഒരു മാസം ഞങ്ങൾക്ക്, എല്ലാ മാസവും ഞങ്ങൾക്ക് ക്ലാസ്സിൽ ബെസ്റ്റ് ക്ലാസ് അവാർഡ് കിട്ടുന്നതാണ്. ഒരു മാസം കിട്ടിയില്ല. അന്ന് ഞാനും ടെൻസ്ഡായി. നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയിലൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ അന്ന് സ്കൂൾ വിട്ട് പോകുന്ന സമയം, അത് ഓണം വെക്കേഷന്റെ തൊട്ട് മുമ്പാണ്. അപ്പൊ ഈ കുട്ടി, അതിനാന്നുള്ള കുട്ടി, മറ്റു കുട്ടികളൊക്കെ നാഷണൽ ആന്തം കഴിഞ്ഞ് പോകുമ്പോൾ നോർമലി ചില കുട്ടികൾ, ബോയ്സ് വന്നിട്ട് ഹഗ് ചെയ്യും. ഹഗ് ചെയ്യാറിന് എന്താ അറിയോ? കെട്ടിപ്പിടിക്കുക. അതായത് 10 days അവർ പോവാണ്. 10 ദിവസം ഇനി ടീച്ചറെ കാണൂലല്ലോ, എന്നാ പിരിയാണ് സാറേ ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കണം. ഓരോരുത്തരും കെട്ടിപ്പിടിച്ചു പോകും. അങ്ങനെ ലാസ്റ്റ് അതിനാൻ വന്നപ്പോ ഞാൻ എന്ത് ചെയ്ത്, ശരി എന്ന് പറഞ്ഞു. ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്, ഈ ട്രോഫി കിട്ടിയില്ലല്ലോ അതിന്റെ ദേഷ്യം. പക്ഷെ കുട്ടിനോട് തീർക്കണമായിരുന്നില്ലേ. പക്ഷെ കുട്ടി എന്ത് ചെയ്ത്, ആ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങ് പോയി. അവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വരാനൊക്കെ ഉള്ള ഫീൽഡിൽ വന്നതാണ്. ജസ്റ്റ് അവൻ നടന്നു പോയി. റൈറ്റ്? മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായില്ലേ? അവനങ്ങ് വന്ന് ശരിയാണ് അസ്സലാമു അലൈക്കും എന്നാണ് പോയി. അത് ബോധപൂർവം ചെയ്തൊന്നല്ല, അവനോട് എന്തെങ്കിലും ദേഷ്യം തെറ്റ് ചെയ്തല്ല. അങ്ങനെ ഓണം വെക്കേഷനായി. 1 2 3 4 3-4 ദിവസം കടന്നുപോയി. പെട്ടെന്ന് എന്റെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ആരാ അന്വേഷിക്കണം എന്ന് പറഞ്ഞു.
ഞാൻ പെട്ടെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ കുട്ടി ആരാണ്? ഈ അദ്നാനാണ്. അതിൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് ആ ലാസ്റ്റത്തെ മൊമെന്റ് ആണ്. ആ ലാസ്റ്റ് പിരിയുന്ന സമയം ഞാൻ അങ്ങനെ ആയാലോ അവനോട് ബിഹേവ് ചെയ്തത്. ഒരു അടിച്ചൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മള് ഒരാൾ ഹഗ് ചെയ്യാൻ വരുമ്പോ അല്ലെ നമ്മളെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അവന്റെ വീട്ടില് പേരക്കയില്ലേ, പേരക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഒരു വടി എടുത്തിട്ട് ടെറസിന്റെ മേലെ നിന്ന് പേരക്ക അടിച്ചപ്പോൾ ആ വടി നേരെ പോയിട്ട് ഇലക്ട്രിക് ലൈനിലേക്ക് പോയി ഷോക്ക് അടിച്ചിട്ട് മരിച്ചതാണ്. ആ അദ്നാന്റെ പിന്നെ വീട്ടിൽ ചെന്നു. അപ്പോൾ ബോഡി കൊണ്ടുപോയിട്ടുണ്ട്, ഹോസ്പിറ്റലിലുള്ളത്, പിന്നെ മിംസിലുള്ളത്, കോട്ടക്കല്. അങ്ങനെ മോർച്ചറിയിൽ ചെന്നു. മോർച്ചറി ചെന്നപ്പോൾ അവിടെ ആരും കയറ്റൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറാണ്, എനിക്കൊന്ന് കാണണം, നിർബന്ധം പിടിച്ചു. ഞാൻ അങ്ങോട്ട് കയറി. അവിടെ ആരും കയറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നിർബന്ധമാണ്, കയറണം എന്ന് പറഞ്ഞു. ഞാൻ കയറി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും ഒരു പക്ഷെ ഇനി അവസാനമായിട്ടായിരിക്കും ആ കുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തു, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കാരണം എന്റെ റീസൺ മനസ്സിലായില്ല. അല്ലാതെ നമ്മൾ ഉമ്മ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ലൈഫില് മരിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലെ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ വരെ ഉമ്മാനോട് ഉപ്പാനോട് സലാം പറഞ്ഞ് ഉറങ്ങുന്ന എത്ര പേരുണ്ട് ഇതില്? പറയാൻ പറ്റില്ല. എത്ര ആള് രാത്രി ഉറക്കത്തിൽ മരണപ്പെട്ടു പോണ്. അത് മാത്രമല്ല, ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവും. വീട്ടിൽ ഉമ്മയും ഉപ്പയും തമ്മിൽ മാത്രമല്ല, നിങ്ങളും ഉമ്മയും നിങ്ങളുടെ ഉപ്പയും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിബ്ലിങ്സ് അനിയനും അനിയത്തി ഇത്താത്തയും ഒക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പരസ്പരം പറഞ്ഞു തീർത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിച്ച് ഉറങ്ങുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ പകല് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം സോൾവ് ചെയ്യണം. നാളെ എണീക്കുന്ന ഉറപ്പില്ല അല്ലെ? മാത്രമല്ല അതാണ് ഏറ്റവും നല്ലത്. ഒരു കഥയും കൂടെ ഉണ്ട്. ഒരു കഥയും കൂടെ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഒരാൾ തിരക്കിട്ട് അതിന്റെ അടുത്തുകൂടെ നടന്നങ്ങ് പോയി. തിരക്കിട്ട് പോണ്, ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. നല്ലാട്ട് മുസ്ലിമാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആ പോണ അയാൾ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അങ്ങോട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു അയാൾ സ്വർഗത്തിലാണെന്ന്, അയാൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? കഥ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? അയാൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് മുഴുവനും അയാളോ കാരണം ചിലർ അങ്ങനെ നോക്കുകയാണ്. കാരണം അയാൾ അങ്ങനെ പള്ളിയിൽ നമ്മളെ മാതിരി ഒന്നും ഒരു ഉള്ള ആളല്ലല്ലോ. പള്ളിയിൽ വരുന്നുണ്ട്, നിസ്കരിച്ച് പോകുന്നതല്ലാതെ നമ്മളത്ര വിക്റൊന്നും ചെല്ലുന്ന ആളല്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ അയാളെ നോക്കി അങ്ങനെ അയാളെ പിന്നാലെ പോയി. നബിയുടെ സഹാബത്ത് ആ മനുഷ്യന്റെ പിന്നാലെ പോയി, അയാളെ പറ്റി സ്റ്റഡി ചെയ്യാൻ. ഒളിച്ചിരുന്നിട്ട് അയാൾ എന്തൊക്കെ ചെയ്യണം നോക്കിയിട്ട് തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചെയ്യുന്ന അത്ര അമലുകൾ പോലും അയാൾ ചെയ്യണില്ല, പക്ഷെ അയാൾ എന്താ ഇപ്പൊ സ്വർഗത്ത് പോകുന്ന പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയോ? ഈ കഥ അറിയോ? അയാൾ എന്താ കാരണം? അയാൾ സ്വർഗാവകാശിയാകാനുള്ള ഒരു കാരണം പറയുന്നുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നാസിൻ മുഹമ്മദ്. അയാൾക്ക് മറ്റാരോടും പ്രത്യേകിച്ച് ഒരു ഇതുണ്ടായിരുന്നില്ല. യെസ്, അയാള് ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കണതിന്റെ മുമ്പ് അന്നാന്നത്തെ പ്രശ്നം മുഴുവൻ പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിച്ചാളും എല്ലാവരോടും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി അയാൾക്ക് മനസ്സിൽ ഒരാളോടും ഒരു പരിഭവവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല, ഒരു പകയും ഇല്ല, അയാൾക്ക് ഒരു എനിമില്ല. അയാൾ അങ്ങനെ സാധുവായിട്ട് അങ്ങനെ ജീവിച്ചു പോണ മനുഷ്യനാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാര് സ്വർഗാവകാശികളാണ് അല്ലെ? നമ്മൾ നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ലേ? നിസ്കാരം, ഇതിനൊന്നും പറ്റാത്ത നിസ്കാരം. ഒരു പാട്ടുണ്ട്, എനിക്ക് പാടാൻ അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ പാട്ട് കേട്ടണോ അറിയില്ല. നമസ്കരിക്കും, നോമ്പ് നോറ്റിടും, പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും. കേട്ടണോ? അന്യന്റെ പച്ചമാംസം കൊത്തിവലിക്കും. കേട്ടണോ പാട്ട്? നിസ്കരിക്കും ചെയ്യും, നോമ്പ് ഒരുക്കുകയും ചെയ്യും. പക്ഷെ മൂപ്പരെ പണി എന്ന് പറഞ്ഞാൽ ആളുകളെ അടങ്ങാറാക്കുക, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള പണിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, ആളുകൾക്ക് തണലാകാൻ നമുക്ക് പറ്റണം, എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റണം. ഈ റമദാൻ ആയ ശേഷം എന്തെങ്കിലും ഉപകാരം ചെയ്തവർ കൈവക്ക് വേണ്ട, ഉപദ്രവം ചെയ്യാത്തവർ കൈവക്ക്. ഞാൻ ഈ നോമ്പ് തുടങ്ങിയ ശേഷം ആരും അടങ്ങാറാക്കിയിട്ടില്ല, ഉമ്മാനെ അടങ്ങാറാക്കിയില്ല, ഉപ്പാനെ അടങ്ങാറാക്കിയില്ല, വീട്ടിലുള്ള ആരും അടങ്ങാറാക്കിയിട്ടില്ല എന്നുള്ളൊരു കൈവക്ക്. അതന്നെ വലിയ കാര്യ. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നൂടെ? ഈ വാക്കൊന്ന് പറഞ്ഞു വെക്ക് നിങ്ങൾ. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലേ ഒന്ന് ഉപദ്രവിക്കാതിരുന്നൂടെ? അല്ലേ? ഒന്ന് പറഞ്ഞു നോക്ക്.
മനസ്സിലായില്ലേ? അതിന്റെ ടോൺ മനസ്സിലായില്ലേ? ഉപകാരം ഒന്നും ചെയ്യണ്ട, ഒന്നും ഉപദ്രവിക്കാറുന്നൂടെ? അതന്നെ വലിയ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഏറ്റവും നല്ല മനുഷ്യരാക്കട്ടെ. ഏറ്റവും നല്ല മനുഷ്യരാണ്. മനുഷ്യർക്ക് മനുഷ്യന്റെ ഗുണവും ഉണ്ടാവണം. നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഈ നിസ്കാരം കൊണ്ടും ഈ നോമ്പ് കൊണ്ടും. ഈ നോമ്പിന്റെ ഉദ്ദേശം എന്താ? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാനുള്ളതാണ്. തഖ്വ, പിന്നെ അതുപോലെ തന്നെ നിസ്കാരം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ജുമുഅക്ക് പള്ളിയിൽ പോയവരാരൊക്കെയാ? ഇന്ന് വരെയുള്ള എല്ലാ നോമ്പും നോറ്റവരാരൊക്കെയാണ്? എല്ലാ നോമ്പും നോറ്റവര്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഇത് കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന. ദുആ ചെയ്യാം നമ്മള്. ദുആ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒരുമിച്ചാണ് ദുആ ചെയ്യണത്. നോമ്പ് നോറ്റിട്ടാണ്. ചിലർ നോമ്പ് മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴുള്ള ദുആ പെട്ടെന്ന് അള്ളാഹ് സ്വീകരിക്കും. ദുആ ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങളുടെ നോമ്പ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതുന്ന ഖുർആൻ പാരായണം, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ വീട്ടിലുള്ള ഉമ്മാക്ക്, ഉപ്പാക്ക്, വീട്ടിലുള്ള സിബ്ലിങ്സിന്, അയൽവാസികൾക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരാളായി ഞങ്ങളെ മാറ്റണേ അല്ലാ. എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. ഉള്ളത് എത്രയാണോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പിശുക്കില്ലാത്ത നല്ല മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളുടെയും പിന്നിലുള്ള ഞങ്ങളുടെ നീയത്തിനെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഉദ്ദേശത്തെ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, നന്മയുള്ള മനുഷ്യരാക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. അള്ളാഹു വിശുദ്ധ റമദാനിലെ മുഴുവൻ നോമ്പും നല്ല ആരോഗ്യത്തോടെ നല്ല രീതിയിൽ നോൽക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇത് പ്രയോജനപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് നിന്റെ ഇഷ്ടം നേടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്ക് നീ അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ലാ. ഉമ്മയുടെ അസുഖങ്ങളും എല്ലാ ക്ഷീണവും എല്ലാം മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഉപ്പാക്ക് നല്ല ഹെൽത്ത്, ആരോഗ്യം കൊടുക്കണേ അല്ലാ. നല്ല റിസ്ഖ്, സമ്പാദ്യം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നന്നായി പഠിക്കാനും നല്ല അവസ്ഥയിൽ ദുനിയാവിൽ നല്ലത്, നല്ല വീടും നല്ല കാറും നല്ലതെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് തരണേ അല്ലാ. അള്ളാഹുവെ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. പരലോകത്തിലും ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളോട് ഞങ്ങളുടെ പാരൻസ് കാരുണ്യം കാണിച്ച പോലെ അവരുടെ അവസ്ഥയിൽ അവരോടും അതുപോലെ കാരുണ്യം കാണിക്കുന്ന നല്ല മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ലീവ് ചെയ്തോളൂ. ഇനി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور
ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى